ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മഞ്ജുശ്രീ കുക്കിംഗ്. ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫ്രൂട്ട് കസ്റ്റർഡ് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിനു മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുത്. ഇതേപോലത്തെ ടേബിൾ 2 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡർ നമുക്ക് എടുക്കാം. എന്നിട്ട് നമുക്കതൊരു ബൗളിലേക്ക് മാറ്റാം. അതിനുശേഷം നമുക്കിത് കുറച്ച് മിൽക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നന്നായി മിക്സ് ആക്കിയ ശേഷം നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്ക് പാല് ബോയിൽ ചെയ്തെടുക്കാം. ഒരു പാൻ എടുക്കുക, അതിലേക്ക് 1/2 ലിറ്റർ മിൽക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഈ പാൽ നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. പാല് തിളച്ച് വരാൻ തുടങ്ങുമ്പോഴാണ് നമ്മളതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ 6 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പാല് ചെറുതായിട്ട് ബോയിലാവാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാനതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ മധുരം നമ്മളുടെ ഇഷ്ടമനുസരിച്ചിട്ട് നമ്മൾക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് കൂടുതൽ മധുരം ഇഷ്ടമുള്ളവരാണെങ്കിൽ കുറച്ചുകൂടെ പഞ്ചസാര ചേർത്ത് കൊടുക്കാം, കുഴപ്പമില്ല. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ പാൽ തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഗ്യാസ് ഫ്ലെയിം ഒന്ന് ലോ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന കസ്റ്റർഡ് പൗഡർ ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. ചേർക്കുന്നതിന് മുന്നേ ഒന്നുകൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വേണം നമ്മളിത് ചേർത്ത് കൊടുക്കാനായിട്ട്. അല്ലെങ്കിൽ അതിൻ്റെ അടിയിൽ മുഴുവനും മിക്സ് ആവാതെ കിടക്കുന്നുണ്ടാവും. അതിനുശേഷം നമുക്ക് നന്നായിട്ടിത് മിക്സ് ചെയ്ത് കൊടുക്കണം. പാല് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഗ്യാസ് ഫ്ലെയിം നന്നായിട്ട് ലോ ചെയ്ത് വെച്ച് കൊടുക്കണം. കുറച്ച് നേരം നമ്മളൊന്നിങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോഴത്തേക്കും പാല് ചെറുതായിട്ട് തിക്കായിട്ട് വരുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി നമുക്കിത് പെട്ടെന്ന് തന്നെ വേറൊരു ബൗളിലേക്ക് മാറ്റാം. നമ്മളിതിൽ കസ്റ്റർഡ് പൗഡർ ചേർത്തിട്ടുള്ളത് കൊണ്ട് ഈ പാത്രത്തിൻ്റെ ചൂട് കൊണ്ട് ഈ പാല് പെട്ടെന്ന് തന്നെ തിക്കായിട്ട് പോകും. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് വേറൊരു ബൗളിലേക്ക് മാറ്റാം. പാല് നന്നായിട്ട് തണുത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും നമുക്ക് ഫ്രൂട്ട് കസ്റ്റർഡ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാം. ഞാൻ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് പഴം, മാങ്ങ, ആപ്പിൾ ഇങ്ങനെയുള്ള ഫ്രൂട്ട്സാണ്. അപ്പോൾ ഞാനത് 3 ഇതിൻ്റെ കൂട്ടത്തിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ അതിൻ്റെ കൂടുതൽ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് കൂടെ ചേർക്കുന്നുണ്ട്. അണ്ടിപ്പരിപ്പും ബദാമും പിന്നെ ഉണക്ക മുന്തിരിങ്ങ കൂടെയാണ് ഞാനിപ്പോൾ ചേർക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചിട്ട് ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കുക. നമുക്കിതിലേക്ക് ഓറഞ്ച് പോലുള്ള ഫ്രൂട്ട്സ് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. കാരണം അതിൽ കൂടുതൽ പുളി ഉള്ളത് കൊണ്ടാണ് അത് ഒഴിവാക്കുന്നത് നന്നായിരിക്കും എന്ന് പറയണത്. ഞാൻ ഗ്രേപ്സ് ഇപ്പോഴാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ തന്നെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഇതൊരു 4 മണിക്കൂർ നേരത്തേക്ക് നമുക്കൊന്ന് തണുക്കാൻ വേണ്ടി ഫ്രിഡ്ജിലേക്ക് വെക്കണം. ഇതിപ്പോൾ ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇങ്ങനെ തന്നെ നമുക്കിത് കഴിക്കാം. പക്ഷേ നന്നായിട്ട് തണുത്തതിന് ശേഷം കഴിക്കുന്നതായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുക. 4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് നന്നായി തണുപ്പിച്ചെടുത്ത ഫ്രൂട്ട് കസ്റ്റർഡാണിത്. ഇനി നമുക്കിത് ഒരു സെർവിങ് ഡിഷിലേക്ക് ഒഴിച്ച് സെർവ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് മുകളിലേക്ക് ആൽമണ്ട് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് ഗാർണിഷ് ചെയ്തെടുക്കാം. അങ്ങനെയാവുമ്പോൾ കുട്ടികൾക്കൊക്കെ അത് കണ്ടാൽ കൂടുതൽ അട്രാക്റ്റഡ് ആയിട്ട് തോന്നും. അവരത് കഴിക്കാൻ ഇഷ്ടപ്പെടും. ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അടുത്ത ദിവസം വേറൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.